ഹായ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ആവശ്യത്തിനായിട്ട് നമ്മളൊരു ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് റെഡിയായി ഇരിക്കുവാണ് ഞാൻ. അതിന് മുന്നേ ഇന്ന് നമ്മൾ മുറ്റത്ത് പൂവിട്ടതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാനാണ് പൂവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മളിട്ട പൂക്കളം കേട്ടോ. വീട്ടിൽ ഉള്ള പൂവ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാ പൂക്കളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയണേ. അപ്പോൾ നമുക്ക് പോകാം. അപ്പം നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയൊരു എന്താണ് ഹെയർ സെറം വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ ഒരു ഹെയർ സെറം വാങ്ങിക്കണം. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു അൽഫാമും കൂടെ വാങ്ങിക്കണം. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോയെന്നുണ്ടെങ്കിലും ഫാൻസിയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹെയർ സെറം തീർന്നായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഓണം ആയതുകൊണ്ട് പുതിയ കളക്ഷൻസൊക്കെ നെക്ക് പീസൊക്കെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാൻസി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ നേരെ കയറിയത് ഇഷൽ എന്ന് പറയുന്ന ഒരു മന്തിക്കടയിലോട്ടാണ് കേട്ടോ. ഞാൻ കുറേ മന്തിക്കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടും നേരിട്ട് പോയിട്ടൊക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കാനല്ല, പാർസൽ. അപ്പോൾ അവർ പാർസലൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഈ ടേബിളിൽ ഇരുന്നു കേട്ടോ. ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത് മിറർ കണ്ടത്, അതായത് വാഷ് സ്പേസിൽ മിറർ കണ്ടത്. എന്നാൽ പിന്നെ അവിടെ പോയി 2 ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ കണ്ണാടി ഒട്ടും വൃത്തിയില്ലായിരുന്നു കേട്ടോ. നമ്മളെയൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഇനി കുറച്ച് നേരം ടേബിളിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവനും പോയി ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അവൻ എടുത്ത്, മിറർ സെൽഫി എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അവൻ എനിക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തൊന്ന് മാറ്റി തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവന് വെള്ളം ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർസലും വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും തുടങ്ങി എൻ്റെ സ്കൂളിലെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അവനെ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. 1 2 ഇത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് പോയത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കടയിലും കൂടി പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കാരണം ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഫുഡ് അടിക്കാം. നമ്മുടെ പെരി അൽഫാം ചിക്കനും വീട്ടിലുണ്ടാക്കിയ വൈറ്റ് റൈസ് ചോറും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. മയോണൈസ് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അതുകൊണ്ട് അവരോട് എക്സ്ട്രായും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്താണെന്ന് നോക്കാം. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അമ്മ ഒരു കോലിൽ തുണിയൊക്കെ ചുറ്റി പെട്രോളോ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് നോക്കിയപ്പോൾ ഒരു ചെമ്പരത്തി ചെടിയിൽ വന്നിട്ട് കുമ്പക്കാളം കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ തീപ്പന്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതോട് കൂടിയിട്ട് പറന്നു പോയിട്ടോ. കുറേ കുമ്പക്കാളൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതെല്ലാം പറന്നുപോയി. പിന്നെ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് അമ്മ തേങ്ങ പൊതിക്കുകയായിരുന്നു കേട്ടോ. അമ്മ 1 മിനിറ്റിൽ 3 തേങ്ങ വീതമാണ് പൊതിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു വാശിയായി, ഒരെണ്ണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പൊതിക്കണം എന്നുള്ളത്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അമ്മ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ഇത്തവണ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പോലെ തന്നെ പിടിച്ച് വെച്ച് എങ്ങനെയാണ് കുത്തേണ്ടതെന്നൊക്കെ നോക്കി ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കൊരു തേങ്ങ പൊതിക്കാനായിട്ട് 3 മിനിറ്റ് ആവശ്യം വന്നു കേട്ടോ. പരിശ്രമം വിജയത്തിൻ്റെ മുന്നോടിയാണെന്നല്ലേ പറയാറ്. അപ്പം ഞാൻ ഒട്ടും എൻ്റെ പരിശ്രമം കുറയ്ക്കാതെ തന്നെ നല്ല രീതിക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാനൊരു തേങ്ങ പൊതിച്ചെടുത്തു ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, ഇത്രയും വലുതായിട്ട് ഒരു തേങ്ങ പൊതിച്ചെടുത്തതാണോ ഇത്രയും വലിയ കാര്യമെന്നും. അതേ ഗൈസ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു തേങ്ങ പൊതിച്ചു കേട്ടോ. അമ്മ 1 മിനിറ്റിൽ 3 തേങ്ങ, ഞാൻ 3 മിനിറ്റ് കൊണ്ട് ഒരു തേങ്ങ പൊതിച്ചിട്ടുണ്ട്. ചായയുടെ മണം വന്നാൽ ഏത് മുക്കിലും മൂലയിലും ആണെങ്കിലും ഓടി വരും കേട്ടോ എൻ്റെ കമ്മൂസ്. അപ്പോൾ കുറച്ച് ചായ അവനും കൊടുത്തു, അതുപോലെ തന്നെ ഞാനും കുടിച്ചു. ഞങ്ങളെല്ലാവരും കുടിച്ചു. ശേഷം ഞാനിത് എൻ്റെ ബ്രദറുമായിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.